ഷിരൂരിൽ ഗംഗാവാലി പുഴയിൽ നാവികസേനയുടെ തെരച്ചിൽ തുടരുകയാണ്. അരുൺ പൂപ്പറമ്പ ഷിരൂരിൽ നിന്ന് തത്സമയം. അരുണിനൊപ്പം എസ് പി കൂടി ഉണ്ടോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഘട്ടത്തിൽ എസ് പിക്ക് പറയാനുള്ളത് എന്താണ്? അനുജ, നമ്മളിപ്പോൾ ഉള്ളത് ഈ ദൗത്യ മേഖലയിലാണ്. നമുക്ക് നിലവിലുള്ളത് ഇപ്പോൾ ദൗത്യ മേഖലയിലാണ്. ഗംഗാവലി പുഴയിലെ നിലവിലിപ്പോൾ ഈ തിരച്ചിൽ നടക്കുന്ന ആ സ്പോട്ടിലാണ് നമ്മൾ നിലവിലുള്ളത്. നമ്മൾ അവരുടെ അതായത് ഔദ്യോഗിക വാഹനത്തിലാണ് നിലവിലിപ്പോൾ യാത്ര ചെയ്യുന്നത്. എന്നോടൊപ്പം ജില്ലാ പോലീസ് മേധാവി തന്നെ നമ്മോടൊപ്പം ഉണ്ട്. നിലവിലിപ്പോൾ തെരച്ചിൽ നടത്തുന്നു. വളരെ നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നതാണ് അദ്ദേഹം നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് കൂടി പോകണം. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ ആദ്യം ഒന്ന് ആ ദൃശ്യം കാണിക്കാം. നിലവിൽ ഇപ്പോൾ നേവിയും അതോടൊപ്പം തന്നെ ഈശ്വർ മാൽപ്പി ഉൾപ്പെടെ തെരച്ചിൽ നടത്തുന്ന നിലവിൽ ഇപ്പോൾ കയറും ഈ ലോഹഭാഗങ്ങൾ ഉൾപ്പെടെ നിലവിൽ കണ്ടെത്തിയിട്ടുള്ള ആ സ്പോട്ടിലാണ് നിലവിൽ നമ്മൾ ഇപ്പോൾ ഉള്ളത്. ആ ദൗത്യ മേഖലയിലൂടെയാണ് നമ്മളിപ്പോൾ ഔദ്യോഗിക ബോട്ടിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് ജില്ലാ പോലീസ് മേധാവിയുടെ പ്രതികരണത്തിലേക്ക് സാർ വെരി ക്രൂഷ്യൽ ഡേ ഗെറ്റ് അത് അല്പസമയത്തിനകം അദ്ദേഹം കൃത്യമായ സ്പോട്ടിൽ എത്തിയതിനു ശേഷം അദ്ദേഹം അതിനെപ്പറ്റി നമ്മോട് സംസാരിക്കാം. അത് കൂടുതൽ വിവരങ്ങൾ ഉൾപ്പെടെ നൽകി വിശദീകരിക്കാം എന്നാണ് ഇപ്പോൾ നമുക്കറിയാം. അവർ അതിനെപ്പറ്റി കണ്ടെത്തിയ കയർ ഭാഗങ്ങളെപ്പറ്റി ആ വിവരങ്ങളെപ്പറ്റി ജില്ലാ എസ് പിയോട് സംസാരിക്കുകയാണ്. നമ്മൾ നിലവിലിപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ്. ദൗത്യ മേഖലയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇതാ നമ്മളിപ്പോൾ അതായത് ഇപ്പോൾ നിലവിൽ ഈ ലോഹഭാഗങ്ങളും അതോടൊപ്പം തന്നെ നിലവിൽ ഈ കയർ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുള്ള ആ സ്പോട്ടിലാണ് നമ്മളിപ്പോൾ 24 സംഘം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവി നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹം അല്പസമയത്തിനകം നമ്മോട് പ്രതികരിക്കും. അതുമായി ബന്ധപ്പെട്ട ഇന്ന് കണ്ടെത്തിയിട്ടുള്ള വളരെ ക്രൂഷ്യലായിട്ടുള്ള വിവരങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം നമ്മോട് സംസാരിക്കും. അദ്ദേഹം കൃത്യമായ ആ കണ്ടെത്തിയിട്ടുള്ള സ്പോട്ടിലെത്തിയ ശേഷം അതുകൂടി വിവരിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ വിശദീകരിക്കും എന്നതാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. നിലവിലിപ്പോൾ നമ്മൾ ആ ദൗത്യ മേഖലയിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ്. ദൗത്യ സംഘം ഉൾപ്പെടെ അതായത് നേവി കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം നാവികസേന തെരച്ചിൽ നടത്തിയ ആ മേഖലയിലാണ് നിലവിൽ ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മോടൊപ്പം നമ്മൾ അവരുടെ ഔദ്യോഗിക വാഹനത്തിൽ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളോടും കൂടിയാണ് നിലവിലിപ്പോൾ എത്തിയിട്ടുള്ളത്. അതായത് കൃത്യമായ സ്പോട്ട്, അതായത് ഈ കയർ കണ്ടെത്തിയിട്ടുള്ള ആ സ്പോട്ട് അത് അവിടെ എത്തിയതിനു ശേഷം ജില്ലാ പോലീസ് മേധാവി നമ്മോട് സംസാരിക്കും. നേരത്തെ അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ്. ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ മേഖലയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നാവികസേനയും അതോടൊപ്പം തന്നെ NDRFും ഈശ്വർ മാൽപ്പി ഉൾപ്പെടെ അതിൻ്റെ തെരച്ചിൽ നടത്തിയിരുന്നത്. അതേ സ്പോട്ടിലൂടെയാണ് നമ്മൾ വാർത്താ സംഘം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അവരുടെ ഔദ്യോഗിക വാഹനത്തിലാണ്. നമുക്ക് ദൗത്യ സംഘങ്ങളെല്ലാം നിലവിൽ ഇപ്പോൾ നമുക്ക് കാണാം. ജില്ലാ പോലീസ് മേധാവിയും നമുക്ക് കാണാം. നിലവിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. സർ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം അദ്ദേഹം ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. വളരെ വളരെ നമ്മളിതാ അതിൻ്റെ കയർ ഭാഗമാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള കയർ ഭാഗമാണ്. അതിൻ്റെ പൂർണ്ണ ഭാഗം അതിൻ്റെ പൂർണ്ണഭാഗം വലിയൊരു കയറാണ്. ആ പൂർണ്ണ ഭാഗം തന്നെ നമ്മോട് ഇപ്പോൾ ഈ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റി സാർ കൂടി സംസാരിക്കും. സാർ, വാട്ട് ഈസ് ടുഡേ നേവി ആൻഡ് NDRF, SDRF and Ishwar team find out the areas which are given by the Navy. Now we have just got that rope which is supposed to be Arjun's vehicle's rope, which is used for the tightening of the logbooks. Now we got the crucial information now. Next we will take the experts' opinion and will continue the operation. Today it is a crucial day and we got the crucial evidence to have evidence that the lorry is the long part of rope, sir. This is long 600 meters there, and lorry owner Munaf is there. He identified himself that it is belongs to Arjun's lorry. That's confirmed, sir. That is confirmed. So we will continue our operation based on the experts' opinion tomorrow. Sir, also sir, the sport is confirmed, sir. The sport is confirmed. Yes. This is we at the spot. Yes, sir. That's why you are up this spot. I want to tell all the
mainstream Malayalam medium that district administration, especially DC madam and myself, our MLA Sri Satish Sailji, district minister Mankala Videji, our entire government and including the entire district administration is daily we are working because of rainwater is came down very means a very hopeful condition today we are done and God helped us so that we got the crucial too. I want to break it with all the Malayalam news channels. You please spread this to along with the people of Malayalam so that our county efforts will be continuously there till Lari is found. Sir, next days they are searching will continue in this spot. No, thing is tomorrow is Independence Day. For that, that entire rope is here and there. We have to see, and we have to consult the experts of the Navy and Coast Guards to how to go about. Then only we will continue these operations. ഓക്കെ, ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിയാണ് നമ്മോട് സംസാരിച്ചിട്ടുള്ളത്. വളരെ അതായത് ഈ ദൗത്യത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള വിവരമാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത്. അതായത് ആ കയറിന്റെ സാർ ഹൗ മെനി മീറ്റേഴ്സ് 600 meters rope. You can talk to the owners of that Munaf. He will tell you explain. നിർണായകമായിട്ടുള്ള വിവരമാണ്. അതിപ്പോൾ മനാഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നതാണ് അദ്ദേഹം തന്നെ പറയുന്നത്. ആ അതിന്റെ കയറിന്റെ പൂർണ്ണ ഭാഗം തന്നെ കണ്ടെത്തിയിട്ടുണ്ട് ഈ തെരച്ചിലിൽ. അതുകൊണ്ട് തന്നെ അത് ലോറിയുടെ തടി കെട്ടാൻ ഉപയോഗിച്ച് അതിന്റെ ചെറിയ ഭാഗം മാത്രമാണ് നേരത്തെ നേവി കണ്ടെത്തി അത് പുറത്തെത്തിച്ചത്. അതിന്റെ പൂർണ്ണ ഭാഗം കണ്ടെത്താൻ ഇപ്പോൾ ദൗത്യ സംഘത്തിന് സാധിച്ചിട്ടുണ്ട്. അവരുടെ ബോട്ടിൽ ആ കയറുണ്ട്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നിലവിൽ നമ്മളിപ്പോൾ കണ്ടത്. അതിനുശേഷം അവർ അതൊരു സ്പോട്ട് തീരുമാനിക്കുകയാണ്. അതായത് ഇന്നത്തെ തെരച്ചിലുണ്ടായ വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടം എന്നുള്ളത് ആ സ്പോട്ട് അവർക്ക് കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ആ സ്പോട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും അടുത്ത ദിവസങ്ങളിൽ തെരച്ചിൽ. നമുക്ക് എന്തായാലും ഇപ്പോൾ ഈ ബോട്ടിൽ നിന്ന് ഇറങ്ങാൻ സമയമായി. അവരുടെ നിർദ്ദേശം ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷനാണ് ഇന്ന് നിലവിൽ ഇപ്പോൾ ഈ തെരച്ചിലിന് ഒടുവിൽ പങ്കുവച്ചിട്ടുള്ളത്. അരുൺ, അതായത് വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. ഇന്നിപ്പോൾ നടത്തിയ തെരച്ചിലിൽ കയറിന്റെ ഒരു ഭാഗം അത് നേരത്തെ അരുൺ തന്നെയാണ് 24-ലൂടെ ഏറ്റവും ആദ്യം അത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ മറ്റൊരു എക്സ്ക്ലൂസീവ് കൂടി അരുൺ നൽകിയിരിക്കുകയാണ്. അത് കാർവാർ SP പറഞ്ഞിട്ടുള്ള കാര്യം ഔദ്യോഗിക സ്ഥിരീകരണം. കയറിന്റെ കൂടുതൽ ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. അത് അർജുന്റെ ലോറിയിലെ തടി കെട്ടാൻ ഉപയോഗിച്ച കയർ തന്നെയാണ് എന്നത് സ്ഥിരീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ച് തന്നെ വരും ദിവസങ്ങളിൽ പരിശോധനയുണ്ടാകും എന്ന് നമുക്ക് കരുതാമോ? അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് വിദഗ്ധ അഭിപ്രായമൊക്കെ തേടിയതിനു ശേഷം നേവിയുടെയും SDRFന്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള പരിശോധന ഉണ്ടാകും വരും ദിവസങ്ങളിൽ. നാളെയില്ല, അടുത്ത ദിവസങ്ങളിൽ എന്നതാണ്. പക്ഷേ ഈ മേഖല അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇടമാണ് എന്നുള്ളത് നമുക്ക് പറയാമല്ലേ? ഇപ്പോൾ കാർവാർ SP ഞങ്ങളുടെ പ്രതിനിധി അരുൺ പൂപ്പറമ്പയുമായി സംസാരിക്കുകയായിരുന്നു. നാരായണ പറഞ്ഞിട്ടുള്ളത് നേരത്തെ കണ്ടെത്തിയ കയർ അതൊരു ചെറിയ ഭാഗം മാത്രമായിരുന്നു. ഇപ്പോൾ കയറിൻ്റെ പൂർണ്ണമായ കയർ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. 600 മീറ്റർ നീളമുള്ള കയറാണ് ലഭിച്ചിട്ടുള്ളത്. അത് അർജുൻ്റെ ലോറിയിലെ തടി കെട്ടാൻ ഉപയോഗിച്ച കയർ തന്നെയാണ് എന്നത് സ്ഥിരീകരിച്ചു. അത് ലോറി ഉടമ മനാഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാണ് SP നാരായണ പറഞ്ഞത്. ഇന്ന് തെരച്ചിലിനെ സംബന്ധിച്ച് വളരെ നിർണായകമായൊരു ദിനമായിരുന്നു എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ്. നാളെ തെരച്ചിലില്ല, സ്വാതന്ത്ര്യദിനമാണ്. അതിനുശേഷം ഏത് തരത്തിലേക്കാകും തെരച്ചിൽ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത്, കാരണം നിർണായകമായ ചില സൂചനകൾ ഇവിടെ നിന്ന് കിട്ടിയ സ്ഥിതിക്ക് അതനുസരിച്ചുള്ള തെരച്ചിലാകും. അത് എപ്രകാരമായിരിക്കണം എന്നത് വിദഗ്ധ അഭിപ്രായത്തിന് ശേഷം ആ തരത്തിൽ തീരുമാനമുണ്ടാകുമെന്ന് പറയുന്നു. വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ഇന്നിപ്പോൾ തെരച്ചിലിൽ കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ തിരച്ചിൽ നേവി അവസാനിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ ചില ലോഹഭാഗങ്ങൾ കിട്ടിയിരുന്നു. അത് ഒരുപക്ഷെ കാണാതായ ടാങ്കർ ലോറിയുടേതാകാം, അർജുൻ്റേതല്ല എന്ന തരത്തിലേക്ക് മനാഫ് പറയുന്നുണ്ടെങ്കിൽ പോലും അത് ഭാരത് ബെൻസിന് ആ ലോഹഭാഗങ്ങൾ അയച്ചിട്ടുണ്ട്. അതും നേവിയുടെ പരിശോധനയിൽ കിട്ടിയതാണ്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട വിവരം കയർ കിട്ടിയിട്ടുണ്ട് എന്നതാണ്. അതിൻ്റെ ചെറിയ ഭാഗം നേരത്തെ കിട്ടിയിരുന്നു. ഇപ്പോൾ അത് മുഴുവനായി